ഹലോ ഗൈസ്, നല്ല നാടൻ രുചിയിൽ നമുക്കൊന്ന് മഷ്റൂം ഉണ്ടാക്കി നോക്കിയാലോ. ഇതെൻ്റെ മമ്മിയുടെ റെസിപ്പിയാണ് കേട്ടോ. ഞാൻ ഇതുവരെ മഷ്റൂം ഉണ്ടാക്കിയിട്ട് സക്സസ് ആയില്ല. അപ്പോൾ ഇപ്രാവശ്യം മമ്മി വന്നപ്പോൾ മമ്മീനെ കൊണ്ട് ഉണ്ടാക്കിപ്പിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത് ഓയിസ്റ്റർ മഷ്റൂമാണ്. കൂൺ ഏകദേശം ഒരു 10 മിനിറ്റ് മഞ്ഞൾപ്പൊടി കലക്കിയ വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം കഴുകി വാരി നമ്മുടെ കണക്കിന് മുറിച്ചെടുത്താണ് കേട്ടോ ഇത്. ഇനി ഇതിന് വേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഞാൻ 1/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സവോളയുടെ പകുതി ചെറുതായിട്ട് അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്ന ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 5 അല്ലി വെളുത്തുള്ളിയാണ് കേട്ടോ. പിന്നെ അത് കൂടാണ്ട് ഒരു 5 പച്ചമുളകും ഒരു 2 കറിവേപ്പിലയും. ഇത്ര സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. ഇതിലേക്ക് നമ്മൾ വേറെ മസാലയോ കാര്യങ്ങളോ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. ഇനി ഈ കൂൺ വെക്കാൻ വേണ്ടി നമുക്കൊരു പാൻ എടുക്കാം. അപ്പം ഫ്ലെയിം ഓൺ ചെയ്യരുത്. അതിന് മുമ്പായിട്ട് നമുക്ക് ഈ പാനിലേക്ക് ആദ്യം കൂൺ ഇട്ട് കൊടുക്കാം. അടുത്തതായി നമ്മൾ നേരത്തെ പറഞ്ഞ ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ ചേർക്കുന്നത് ഏകദേശം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഉപ്പ് ചേർക്കാം. ഞാൻ എടുക്കുന്നത് 1/2 ടീസ്പൂൺ ഉപ്പാണ്. കൂൺ ഏകദേശം വെന്ത് വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഉപ്പ് കുറവാണെങ്കിൽ ആ സമയത്ത് ബാക്കി ചേർക്കാവുന്നതാണ്. ഇനി നമ്മൾ ചേർക്കുന്നത് വെളിച്ചെണ്ണയാണ്. 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഇതിനകത്തോട്ട് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇതെല്ലാം കൂടി തിരുമ്മി യോജിപ്പിക്കണം. അതായത് മഷ്റൂമും ഈ പീരയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിച്ചതിന് ശേഷം വേണം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാൻ. നമ്മൾ ആദ്യം ഒരു 3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ അടച്ച് വെച്ചത് വേവിക്കണം കേട്ടോ. അപ്പോൾ തന്നെ ഇതിനകത്ത് നിന്ന് വെള്ളമൊക്കെ കുറച്ച് ഇറങ്ങി വരും. അതിനുശേഷം ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ചിട്ടൊരു 10 മിനിറ്റും കൂടെ കുക്ക് ചെയ്യാം. അതോടെ കൂൺ നന്നായിട്ട് കുക്കാവുന്നതാണ്. ഇതിന് നമ്മൾ വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കുന്നില്ല കേട്ടോ. കൂണിൽ നിന്ന് അത്യാവശ്യം വെള്ളം ഇറങ്ങി വരും. ഒരുപാട് വെള്ളം ഇറങ്ങി വരുന്ന ടൈപ്പ് കൂണല്ല ഇത് സാധാരണ കൂണിനെ കമ്പയർ ചെയ്യുമ്പോൾ. എന്നാലും കുറച്ച് വെള്ളം ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ ആ വെള്ളത്തിൽ ഈ കൂൺ എന്തായാലും കുക്കായി വരും. അപ്പോൾ നമുക്ക് അത്ര ആവശ്യമുള്ളൂ. വെള്ളം ചേർക്കാത്തതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിടാൻ മറക്കരുത്. അല്ലെങ്കിൽ ചിലപ്പോൾ അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 മിനിറ്റ് 3 മിനിറ്റ് കൂടുമ്പോൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. 10-12 മിനിറ്റ് കൊണ്ട് തന്നെ കൂൺ ഏകദേശം നന്നായിട്ട് കുക്കായിട്ട് വരും. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉപ്പ് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതും കൂടെ നോക്കിയിട്ട് ചേർക്കാം കേട്ടോ. ഞാൻ അര ടീസ്പൂൺ ഉപ്പാണ് ചേർത്തത്. ഇതിന് പാകമായിരുന്നു. അപ്പോൾ നമ്മുടെ കൂൺ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഇതിനകത്തോട്ട് ലാസ്റ്റ് പരിപാടി എന്ന് പറയുന്നത് കുറച്ച് വെളിച്ചെണ്ണ ചേർക്കുകയാണ്. അപ്പോൾ ഞാൻ 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു. ഇതോടെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചോറിന് പറ്റിയ അടിപൊളി കറിയാണ് കേട്ടോ ഇത്. സാധാരണ നാടൻ മഷ്റൂമിൻ്റെ അതേ ടേസ്റ്റിൽ തന്നെയാണ് ഇതുള്ളത്. അപ്പോൾ ഇനി കൂൺ വാങ്ങുമ്പോൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.